നമസ്കാരം. ചതുരംഗം 4-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ശബരിമലയിൽ ശ്രീ ധർമ്മശാസ്താവിന് ക്ഷേത്രമുണ്ടായതെങ്ങനെ? ആരാണ് ശ്രീ അയ്യപ്പൻ? പന്തളം രാജാവ് ശബരിമലയിൽ ക്ഷേത്രം പണിയാൻ ഇടയായതെങ്ങനെ? ഈ ക്ഷേത്രത്തിന് മറ്റുള്ള ശാസ്താക്ഷേത്രങ്ങളിൽ നിന്നുള്ള സവിശേഷത എന്ത്? തുടങ്ങി കൃത്യമായ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി സ്വയം കണ്ടെത്താവുന്ന ഒരു ഐതിഹ്യമുണ്ട്. അതാണ് ഇന്നത്തെ ചിന്താവിഷയം. പന്തളം രാജാവിൻ്റെ രാജ്ഞിയുടെ ഇല്ലാത്ത രോഗം മാറ്റാൻ പുലിപ്പാലിന് പോയ മണികണ്ഠൻ്റെ കഥ കണ്ടും കേട്ടും അറിഞ്ഞവർ. അതിനും വളരെ കാലം മുമ്പ് അയ്യപ്പൻ തന്നെ പുലിപ്പാലിന് പോയതുകൂടി കേൾക്കുന്നത് സ്വാമി അയ്യപ്പനെക്കുറിച്ചുള്ള ധാരണ കൂടുതൽ വ്യക്തമാകാൻ സഹായിക്കും. അതൊന്ന് ചുരുക്കി പറയാം. പാണ്ഡ്യരാജ്യത്തെ രാജാവ് ഒരിക്കൽ നായാട്ടിന് പോയപ്പോൾ അവിടെ ഒരു യുവാവ് അമ്പും വില്ലും കൊണ്ട് നടത്തുന്ന അഭ്യാസ പ്രകടനങ്ങൾ കണ്ടു. അയാളുടെ സാമർഥ്യം മനസ്സിലാക്കിയ രാജാവ് വിവരങ്ങൾ തിരക്കി. അയ്യപ്പൻ എന്ന പേരുള്ള ആ മനുഷ്യനെ അദ്ദേഹം കൂടെ കൊണ്ടുപോയി സൈന്യത്തിൽ ചേർത്തു. അയൽ രാജ്യങ്ങളുമായുള്ള യുദ്ധത്തിൽ അയ്യപ്പൻ്റെ മികച്ച പ്രകടനം കണ്ട രാജാവ് അയാളെ കാലക്രമത്തിൽ സേനാനായകനായി നിയമിച്ചു. പാണ്ഡ്യരാജാവ് തുടർന്നുള്ള യുദ്ധങ്ങളിലും വിജയിച്ച് പ്രതാപശാലിയായി. പക്ഷേ അയ്യപ്പൻ്റെ വളർച്ച കൊട്ടാരത്തിൽ പലർക്കും കണ്ണിലെ കരടായി മാറി. അയ്യപ്പനിൽ പൂർണ്ണ വിശ്വാസമുള്ള രാജാവിനോട് പരാതി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നിയ കൊട്ടാരത്തിലെ പ്രമാണിമാർ മഹാറാണിയെ കണ്ട് സങ്കടം പറഞ്ഞു. അവരുടെ ആഗ്രഹം സാധിക്കാനായി മഹാറാണി അസുഖം ഭാവിച്ചു കിടന്നു. പാണ്ഡ്യരാജാവാകട്ടെ ഈ കള്ളക്കഥയൊന്നും അറിഞ്ഞതുമില്ല. പല വൈദ്യന്മാർ ചികിത്സ നടത്തിയിട്ടും രോഗം മാറിയില്ല. രോഗത്തിൻ്റെ സത്യാവസ്ഥ മനസ്സിലാകാതെ രാജാവും വിഷമിച്ചു. ഒടുവിൽ കൊട്ടാരത്തിൽ മന്ത്രിയും മറ്റും ചേർന്ന് ഒരു വ്യാജ വൈദ്യനെ കൊണ്ടുവന്നു. അയാൾ രാജ്ഞിയുടെ രോഗം മാറ്റാമെന്ന് രാജാവിനോട് ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ മരുന്ന് പുലിപ്പാലിൽ ചേർത്ത് വേണം കൊടുക്കാൻ. അയ്യപ്പൻ വിചാരിച്ചാൽ പുലിപ്പാൽ കിട്ടുമെന്ന് പലരും പാണ്ഡ്യരാജാവിനെ അറിയിച്ചു. പെറ്റുകിടക്കുന്ന പുലിയെ പിടിക്കാനുള്ള ശ്രമത്തിനിടയിൽ അയ്യപ്പൻ കൊല്ലപ്പെടുമെന്നായിരുന്നു അവരുടെ പ്രതീക്ഷ. പാണ്ഡ്യരാജാവ് അയ്യപ്പനോട് ആവശ്യം പറഞ്ഞപ്പോൾ അയ്യപ്പൻ ഒരു മടിയും കൂടാതെ തനിച്ച് വനത്തിലെത്തി. പുലികളെയും കൂട്ടി ഒരു കടുവയുടെ പുറത്തു കയറി കൊട്ടാരത്തിലെത്തി. വിവരമറിഞ്ഞപ്പോൾ എല്ലാവരും പേടിച്ചു വിറച്ചു. അയ്യപ്പൻ സാധാരണ മനുഷ്യനല്ലെന്ന് മനസ്സിലാക്കിയ പാണ്ഡ്യരാജാവ് യഥാർത്ഥത്തിൽ അങ്ങ് ആരാണെന്ന് അയ്യപ്പനോട് ചോദിച്ചു. ഈ ഭൂമിയാണ് എൻ്റെ വീടെന്നും മഹാമായ മാതാവും ഈശ്വരൻ പിതാവുമാണ് എന്നായിരുന്നു അയ്യപ്പൻ്റെ മറുപടി. അയ്യപ്പൻ്റെ ദിവ്യത്വം അപ്പോഴാണ് പാണ്ഡ്യരാജാവിനും മനസ്സിലായത്. രാജാവിനെ ഒരു കാര്യം കൂടി അയ്യപ്പൻ അറിയിച്ചു. ഞാൻ കൊട്ടാരം വിട്ട് മലയാള രാജ്യത്തേക്ക് പോകുന്നു. കാരണം അങ്ങയുടെ കൊട്ടാരത്തിൽ പലർക്കും എന്നോട് അസൂയയുണ്ട്. അവരോടൊപ്പം ഇവിടെ കഴിയാൻ ഇഷ്ടമല്ല. അങ്ങേക്കും ഇവിടം വിട്ട് പോരുന്നതാണ് നല്ലത്. അയ്യപ്പൻ പാണ്ഡ്യരാജാവിനെ ഉപദേശിക്കുകയും ചെയ്തു. ഈ വിവരങ്ങൾ രാജാവിനെ ഏറെ ദുഃഖിപ്പിച്ചുവെങ്കിലും അയ്യപ്പൻ പുലികളെയും കടുവയെയും കൂട്ടി കൊട്ടാരത്തിൽ നിന്ന് അപ്രത്യക്ഷനായി. ഇതാണ് പാണ്ഡ്യരാജ്യത്ത് വെച്ച് അയ്യപ്പനും പുലിപ്പാലുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിലെ വിവരങ്ങൾ. ശിവഭക്തരായിരുന്നു പാണ്ഡ്യരാജാക്കന്മാർ എന്ന് ചരിത്രത്തിലും പറയുന്നു. അങ്ങനെയാവാം ശാസ്താവ് മനുഷ്യരൂപത്തിൽ ജീവിക്കാനായി പാണ്ഡ്യരാജ്യം തിരഞ്ഞെടുത്തത്. യഥാർത്ഥ നാമം വെളിപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ട് ശാസ്താവ് സ്വയം സ്വീകരിച്ച പേരാണ് അയ്യപ്പൻ. പാണ്ഡ്യരാജാവിൻ്റെ കൊട്ടാരം വിട്ടുപോയ അയ്യപ്പനെ ശബരിമലയിൽ വെച്ച് പരശുരാമൻ കണ്ടുമുട്ടി. അയ്യപ്പൻ ശാസ്താവാണെന്ന് പരശുരാമൻ തിരിച്ചറിഞ്ഞു. നാടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ശാസ്താവിൻ്റെ വിഗ്രഹങ്ങൾ പല ഭാഗത്തും പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ടെന്നും ശബരിമലയിലും പ്രതിഷ്ഠ നടത്തുന്നുവെന്നും പരശുരാമൻ ശാസ്താവിനെ അറിയിച്ചു. അതിനെ തുടർന്ന് പരശുരാമൻ നിർമ്മിച്ച പ്രതിഷ്ഠയിൽ ശാസ്താവ് വിലയം പ്രാപിച്ചു. ശബരിമലയിൽ ശാസ്താവിൻ്റെ പ്രതിഷ്ഠ ഉണ്ടായതിനെക്കുറിച്ച് എഴുതപ്പെട്ട ഐതിഹ്യത്തിൽ ചുരുക്കമിത്. ചരിത്രപരമായ തെളിവുകളും ഈ ഐതിഹ്യത്തെ സാധൂകരിക്കുന്നു. 11-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ പാണ്ഡ്യരാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഭരിച്ചിരുന്നത് 5 രാജകുടുംബങ്ങളായിരുന്നുവെന്ന് ചരിത്രരേഖയിലും കാണാം. ഇതിലൊരു കുടുംബം കൈവശമുള്ള സ്ഥലം നോക്കി നടത്താൻ ചിലരെ ഏൽപ്പിച്ച ശേഷം സ്വർണവും വിലപിടിപ്പുള്ള മറ്റ് സ്വത്തുക്കളുമായി കേരളത്തിലെത്തുകയും പന്തളത്ത് കുറേ സ്ഥലം വാങ്ങി താമസമുറപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് പാണ്ഡ്യരാജാവ് പന്തളം രാജാവായത്.
പാണ്ഡ്യരാജാവ് പന്തളത്ത് താമസിക്കുന്ന കാലത്ത് അയ്യപ്പനെ സ്വപ്നത്തിൽ കണ്ടു. ഞാനിപ്പോൾ ശബരിമലയിലുണ്ടെന്നും വന്നാൽ കാണാമെന്നും അയ്യപ്പൻ പറഞ്ഞതനുസരിച്ച് രാജാവ് പരിവാരങ്ങളുമായി ശബരിമലയിലെത്തി. കാട് വെട്ടിത്തെളിച്ചപ്പോൾ പരശുരാമൻ സൃഷ്ടിച്ച ശാസ്താവിൻ്റെ വിഗ്രഹം കാണുകയും അവിടെ അദ്ദേഹം ശാസ്താവിന് ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ശബരിമലയിൽ ശാസ്താവിന് ക്ഷേത്രമുണ്ടായത്. മറ്റുള്ള ശാസ്താക്ഷേത്രങ്ങളിൽ നിന്ന് ശബരിമല ക്ഷേത്രത്തിനുള്ള മാഹാത്മ്യം കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കാം. പഞ്ചദേവ സാന്നിധ്യം കൊണ്ട് ദിവ്യത്വം കൂടുതലുള്ള പ്രതിഷ്ഠയാണ് ശബരിമല ശ്രീധർമ്മശാസ്താവിൻ്റേത് എന്ന വിശ്വാസമാണ് അനേകം ഭക്തജനങ്ങൾക്കുള്ളത്. അഖണ്ഡനാമ ജപത്തിലെ പ്രാർത്ഥന പരമശിവനും മഹാവിഷ്ണുവും സംരക്ഷകരായുള്ള ശാസ്താവെ അങ്ങയെ നമസ്കരിക്കുന്നു എന്നാണല്ലോ. പരശുരാമൻ സൃഷ്ടിച്ച വിഗ്രഹത്തിലാണ് ശാസ്താവ് സ്വശരീരം ഉപേക്ഷിച്ച് വിലയം പ്രാപിച്ചത്. വിഷ്ണുവിൻ്റെ 26 അവതാരങ്ങളിലൊന്നായ മോഹിനിയുടെ സാന്നിധ്യം ശാസ്താവിൻ്റെ മാതൃസ്ഥാനത്ത് നിലകൊള്ളുകയും ചെയ്യുന്നു. ഈ വസ്തുതകൾ ചേർത്ത് ചിന്തിക്കുമ്പോൾ ശാസ്താവ്, ശിവൻ, വിഷ്ണു, മോഹിനി, പരശുരാമൻ ഈ 5 ദേവതകളുടെ സാന്നിധ്യമുള്ള പ്രതിഷ്ഠയാണ് ശബരിമല ശാസ്താവിൻ്റെതെന്ന് മനസ്സിലാക്കാം. ശാസ്താവ് വിഗ്രഹത്തിൽ വിലയം പ്രാപിച്ച പ്രതിഷ്ഠയാണ് ശബരിമലയിലേത് എന്നത് മറ്റുള്ള ശാസ്താക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠകൾക്കുള്ളതിനേക്കാൾ മാഹാത്മ്യം ശബരിമല ക്ഷേത്രത്തിന് ലഭിക്കുകയും ചെയ്തു. ഇവിടെ പറഞ്ഞതുൾപ്പെടെ ആരുടെയെല്ലാം അഭിപ്രായങ്ങൾ കേട്ടാലും സ്വന്തം വിശ്വാസങ്ങൾ സ്വയം രൂപീകരിക്കുന്നതാണ് മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് കീഴടങ്ങുന്നതിനേക്കാൾ നല്ലത് എന്ന ആപ്തവാക്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വചനങ്ങൾ അവസാനിപ്പിക്കുന്നു.